നമുക്ക് അമ്മമ്മേന്റെ വീട്ടിൽ പോകും. നിങ്ങൾ ആരും ചാനൽ സ്കിപ്പ് ചെയ്ത് പോലെ. ഞങ്ങൾ ഈ കോലം കണ്ടിട്ട് ഞങ്ങളിപ്പോ വേഗം പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാം. അപ്പൊ നമ്മൾ റെഡി ആയിട്ടോ, ഇനി നമുക്ക് പോവാം. ആവശ്യമുണ്ട്. ഞങ്ങക്ക് മര്യാദക്ക് ബാക്കിലിരിക്കണം. ഞങ്ങൾക്കോ? നമ്മള് 3 പേരല്ലേ പോകുന്നേ? അച്ഛല്ല. അപ്പൊ ഞാൻ മുന്നില്ല. പിന്നെ ഡിക്കി തുറക്കണ്ടല്ലോ, ഇത് ഓപ്പൺ ആണെങ്കിൽ. നമ്മളെപ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് ചാർജർ. അപ്പൊ നമ്മളിത് കൈ തന്നെ ഇങ്ങനെ പിടിക്കണം. ഇത് ഇറക്കി വെക്കാം. ചിക്കുന് ഇപ്പോഴും അറിയില്ല ആരൊക്കെ പോകുന്നേന്ന്. ചേച്ചി എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നത്? അവിടെ അടുക്കള അവിടെ പോയി വീട്ടിൽ വെച്ചിണ്ടാവും. ഇല്ലേ ചിക്കു നിന്റെ അടുത്തുണ്ട്. പിന്നെ എനിക്കെന്താ ചാവി വരാതിരിക്കാൻ? ഞാൻ നീ പിടിച്ചോ. ചാവി കിട്ടി ഗൈസ്. ഞാൻ ഇരിക്കായിരുന്നു ഇതിനകത്ത് കയറി സുഖമായിട്ട്. ചാവി എന്റെ ഒക്കെ ചാവിക്ക് വായണ്ടെങ്കിൽ ചാവി സംസാരിക്കും. പത്തങ്കരന്ന് ഭയങ്കര ചൂടാണ്. അയ്യോ ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാൻ കേറട്ടെ മുന്നില്. ഓക്കേ നമുക്ക് പോകാം. നമുക്ക് ഇവിടെ എന്നെ കണ്ടാ മതിയോ? നിങ്ങൾക്ക് എന്നെ കണ്ടാ മതി. ഇങ്ങനെ ഞാൻ തംബ്നെയില് മാത്രം എന്താ ജാസ്മിന്റെ ഫോട്ടോ കൊടുത്തത്. ഇത് നോക്കും നിങ്ങൾ. 1 2 3 ഇതേമാതിരി കുറെ കമന്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ജാസ്മിന് ഞാൻ അങ്ങനെയായിട്ട് സംസാരിക്കും. ഞാൻ അത് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടി പറയുന്നത് മാത്രമാണ്. എങ്ങനെയുണ്ട് ഇനി കാണാൻ? കമന്റ് ചെയ്യൂ. വേണ്ടട്ടെ. അപ്പൊ നിങ്ങൾ വല്ല തെറി കഴിക്കാൻ എനിക്കറിയാം. കാണാൻ ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാല്ല. എന്റെ കളി എനിക്ക് നല്ല ഇഷ്ടമാണ്. മമ്മിക്ക് ബേജാറാണ്. ഇന്ത്യൻ മമ്മി. ഹായ് ഗായ്സ്, ഞങ്ങൾ വണ്ടിയിലൊരു എട്ടുകാലീനെ കണ്ടു. ഞങ്ങൾ വണ്ടി നിർത്തി എട്ടുകാലീനെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുകുയേച്ചാണെങ്കിൽ എന്റെ മേത്തേക്കാണ് ഗൈസ് എട്ടുകാലീനെ ഇടുന്നത്. എന്ത് വൃത്തികെട്ട സാധനമാണ്. സീറ്റ് ബെൽറ്റ് വരാൻ പറ്റട്ടെ. ഞാൻ അങ്ങനെ ഇരിക്കും അവിടെ. എങ്ങനെയാണ്? ഓക്കേ നമ്മൾ ഇതുവരെ എത്തില്ല കേട്ടോ. ഇവിടെ ഒരു സൂത്രം കാണിച്ചുതരാം. അമ്മ പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണം എന്ന് അമ്മ പറഞ്ഞു. അമ്മ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞു. അതേപോലെ ഒരു ഇത് വിടാതെ ഞാൻ കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ക്ലാസ് ലിസൺ ചെയ്യണം. അതവിടെ ഇത് കേസ് നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. അയ്യോ ഈ പുഴ കണ്ടോ? ഈ സ്ഥലം വന്നിട്ട് അവിടെ തമിഴ്നാടും ഇത് കേരളാണ്. ഇത് ബോർഡർ ആണ്. ഈ ചക്കരം കണ്ടോ? ഹായ് ഹായ് ചക്കര. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഫോഗ്ലാൻഡ് തുറന്നിട്ടിരിക്കുക. കോടമഞ്ഞിൽ വണ്ടി എടുത്ത് കൊറേ അല്ല, എന്നാൽ ഇത്രയൊന്നും ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടില്ലേ. പക്ഷെ ഞാൻ ഇവിടെ എത്തി കറക്റ്റ് സമയത്ത് അച്ഛനെ വിളിച്ചു. അപ്പൊ അച്ഛൻ അറിയാം എന്റെ ഒരു സ്പീഡ്. വണ്ടി ബെർഗിലേക്ക് നിങ്ങൾ ഇറങ്ങിട്ട് ഗ്ലാസ് കയറ്റ്. എന്നിട്ട് കറക്റ്റ് സമയത്ത് വിളിച്ചു. അങ്ങനെ ഞാൻ കയറ്റം കാണിച്ചത്. ഈ കയറ്റത്തിലാണ് അമ്മമ്മേന്റെ വീട്. ഇങ്ങോട്ട് വണ്ടി കയറ്റും. അപ്പൊ അങ്ങോട്ടേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ വഴി. അതുകൊണ്ട് നമുക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് എടുത്തിട്ട് വേണം എനിക്ക് ഫസ്റ്റ് ഗിയറിൽ ഇടണം, അല്ലെങ്കിൽ വണ്ടി ബാക്കിൽ. എവിടെ ചുമന്ന റോസ് കളർ ഉണ്ടല്ലേ? ഒന്ന് ചുമന്ന റോസ് കളർ ആയിട്ടുണ്ട് നമ്മ. പാഷൻ ഫ്രൂട്ട്. ഇനി ചിലവർ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയും. ശരിക്കും പാഷൻ അല്ലേ? തക്കാളി ഉണ്ട്. ഇത് ശരിക്കും എന്താ പാഷനാണോ? ശരി, തക്കാളി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ എനിക്ക് എന്നെ എന്നും ചീത്ത. പക്ഷെ കുക്ക് ഓടിക്കുമ്പോൾ എനിക്ക് കൂടുതലൊരു പേടിയാണ്. അവള് നന്നായി എന്നെ ഓടിച്ചു വരുന്നത്. ഞങ്ങള് നേരത്തെ വീട്ടിൽ നിന്ന്
ഡ്രസ് ഫസ്റ്റ് ഇൻട്രോ എടുത്തപ്പോഴുള്ള ഡ്രസ്സാണ് ഇപ്പോൾ ഉള്ള ഞങ്ങൾക്ക് ഡ്രസ്സില്ല കേട്ടോ. അങ്ങനെയല്ല, ഞങ്ങൾ ഇവിടെ വന്നു പിന്നെ ഭയങ്കര ചൂട്, എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നി. ഇവൾക്ക് സോ ചേച്ചിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.